സങ്കടം വന്നാലും ദേഷ്യം വന്നാലും ഇറിറ്റേഷൻ വന്നാലും ഒരുപാട് അലറുന്ന ആൾക്കാരുണ്ട്. അലറുമ്പോഴാണ് ഇവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പീപ്പിൾ ഹു യെൽ എ ലോട്ട്, ഇവരുടെ ട്രേറ്റ് എന്തൊക്കെയാണ്, ഇവരുടെ സ്വഭാവം എന്തൊക്കെയാണ്, ഇതുകൊണ്ട് ഇവരുടെ ബ്രെയിനിൽ എന്തൊക്കെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്യുന്നു, എന്താണ് ഇവർക്കൊരു റെമഡി ആയിട്ട് ചെയ്യാൻ പറ്റുക. വീട്ടിൽ തന്നെ ഒരു സെൽഫ് ഹെൽപ്പ് മെത്തേഡ് നമുക്ക് നോക്കാം. അലർച്ച യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഒരു സോ കോൾഡ് യെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം അപ്പം വരുന്ന ഒരു സ്വഭാവമല്ല. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 20s അല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മുടെ മൈൻഡിലുള്ള ഒരു ഫീലിംഗ് ഉണ്ട്. ഈ ടീനേജിലോട്ടൊക്കെ കയറി വരുമ്പോഴാണ് കുഞ്ഞുങ്ങൾ ഒരുപാട് അലറി തുടങ്ങുന്നത്. ഈ ഒരു അലർച്ച അല്ലെങ്കിൽ ഈ ഒരു ഷോർട്ട് ടെമ്പറാണ് ഇവർക്ക് 20s-ലോട്ടും 30s-ലോട്ടും ഒക്കെ പോകുമ്പോൾ നോ, ദാറ്റ് ഈസ് നോട്ട് ദ കേസ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ചൈൽഡ് ലൈക്ക് പാറ്റേൺ. കുഞ്ഞുനാൾ മുതലേ ഇപ്പം ഏതെങ്കിലും ഒരാൾക്ക് ഇഫ് ദേ ഫീൽ ദേ ആർ നോട്ട് ബീങ് ഹേർഡ്, അതായത് അവരെ മനസ്സിലാക്കാതെ വരുമ്പം, അവർ പലതവണ പറയുമ്പോഴും അതിനൊരു വില കൊടുക്കാതെ വരുമ്പം, വീട്ടിലത്തെ ആ ഒരു അന്തരീക്ഷം കറക്റ്റായിട്ട് ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിലത്തെ ആ ഒരു അന്തരീക്ഷം നല്ലൊരു പീസ്ഫുൾ അല്ലാതെ വരുമ്പോഴൊക്കെയാണ് നമ്മുടെ ബ്രെയിനിൻ്റെ അമിഗ്ഡല ആക്ടിവേറ്റഡ് ആവും. അതായത് ഇമോഷണൽ അലാം സിസ്റ്റം എന്നാണ് ഈ അമിഗ്ഡലയെ പറയുന്നത്. അമിഗ്ഡലയെ സംബന്ധിച്ചിടത്തോളം ഇതിന് ലാംഗ്വേജോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന രീതിയോ ഒന്നും അല്ല, നമ്മുടെ ഇമോഷനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ദിസ് പേഴ്സൺ ഇസ് ഇൻ ഡേഞ്ചർ എന്നുള്ളൊരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊരു ഫൈറ്റ് റെസ്പോൺസിലേക്ക് നീങ്ങും. അലാമിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് പറ്റും? നമ്മുടെ ആ ഒരു ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്ന ഒരു കാര്യം ആക്ടിവേറ്റഡ് ആവും, സ്ട്രെസ് ഹോർമോൺസ് ആക്ടിവേറ്റഡ് ആവും, ഒരുപാട് അലറാനുള്ള ഒരു ടെൻഡൻസി വരും. അലറി കഴിയുമ്പോഴാണ് ഓക്കെ ഇതൊരു കൺട്രോൾ നമുക്ക് ഉണ്ടാവുക എന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇവർക്ക് വരുന്നത്. ഗോട്ട് ഇറ്റ്? സാധാരണഗതിയിൽ ഇപ്പം ഈ രണ്ട് രീതിയിലാണ്. അതായത് പലപ്പോഴും ഇവർ വളരെ നോയ്സി ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ ജനിച്ച് വളരുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം മേക്കിംഗ് നോയ്സ് ഇസ് ഈക്വൽ ടു കൺട്രോൾ എന്നുള്ളൊരു രീതിയിലാണ് ഇവരുടെ മൈൻഡ് പ്രോസസ്ഡ് അയക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒരുപാട് കടന്ന് അലറി പറയുമ്പോഴാണ് ഒരാൾ ഞാൻ പറയുന്നത് കേൾക്കുന്നത് എന്നുള്ളൊരു രീതിയിലേക്ക് ഇവരുടെ മൈൻഡും ബോഡിയും ഈക്വലി റെസ്പോൺസീവായിട്ട് മാറും. സൈക്കോളജിക്കലി ഒരു ഇമോഷണൽ കണ്ടീഷനിങ് എന്നുള്ളൊരു രീതിയിലേക്കാണ് ഇത് മാറുന്നത്. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇവരിതിങ്ങനെ ചെയ്ത് ഇത് യെല്ലിംഗ് ആണെന്ന് പോലും ഇവർ ഓർക്കത്തില്ല. ഓട്ടോമാറ്റിക്കലി ഒരു ഫൈറ്റ് റെസ്പോൺസിലേക്ക് ബോഡി പോകുമ്പോൾ ദേ സ്റ്റാർട്ട് യെല്ലിംഗ് ആൻഡ് ദെൻ ദേ ഫീൽ നോർമൽ, ഓക്കെ എവറിത്തിങ് ഇസ് ബാക്ക് ഇൻ പ്ലേസ് എന്നുള്ളൊരു രീതിയിലാണ് ഇവർക്ക് പോകുന്നത്. ഇതിപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ വളർന്നു വരുന്ന ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ആയതുകൊണ്ട് അവരത് വലിയൊരു പ്രോബ്ലമായിട്ട് ഇവർക്ക് തോന്നുകയില്ല. ഒരു പക്ഷേ അച്ഛനോ അമ്മയോ ഇങ്ങനെ ഒരു രീതിയിൽ ചാടി അല്ലെങ്കിൽ വളരെ ഷൗട്ട് ചെയ്തിട്ട് വരുമ്പം ഓട്ടോമാറ്റിക്കലി ഇവരിത് കണ്ട് വളരും. അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും അപ്പൂപ്പനോ അമ്മയോ ആരെങ്കിലും ആവാം. അപ്പോൾ ഇതിങ്ങനെ ഇവർ കണ്ട് നോർമലൈസ്ഡ് ആവുന്ന ഈ ഒരു രീതിയിൽ നിന്ന് ഇവർ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പം സെയിം തിങ് ഗെറ്റ്സ് റിപ്പീറ്റഡ്. അപ്പോൾ എന്നാ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ അമിഗ്ഡലയാണ് അവിടെ അലേർട്ടായിട്ട് നിർത്തുന്നത്. ഒരു പക്ഷേ പാർട്ട്ണറിനും അതേ രീതിയിൽ തന്നെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പാർട്ട്ണർ ആണെങ്കിൽ പിന്നെ പറയണ്ട. അപ്പോൾ ഈ രണ്ടുപേരും ഇങ്ങനെ അടിയിട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇതിനകത്തുള്ളൊരു ലോജിക് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാണ്ടാവും. മനസ്സിലായോ? ഇവർക്ക് തന്നെ മനസ്സിലാവത്തില്ല ഇവർ എന്തിനായി അലറുന്നതെന്ന്. എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് ഇവിടെ അലറിക്കൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ചാൽ ബ്രെയിൻ ഒരു ഓഫ്ലൈൻ മോഡിലേക്കാണ് പോകുന്നത്. ആൻഡ് ദേ ഡോണ്ട് ഈവൻ റിയലൈസ് ദേ ആർ ഷൗട്ടിങ്. കുറേ കഴിയുമ്പോഴത്തേക്കും അടിച്ചിടിച്ച് വലിച്ചൊക്കെ എറിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ദേ ഫീൽ ഓക്കെ ഇങ്ങനെയുള്ള രീതി. അവർക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ വരുന്നു എന്ന് ഇവർ വിചാരിക്കും. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ്. സത്യം പറഞ്ഞാൽ കുട്ടിയുടെ ഒരു പ്രോബ്ലത്തെ കാട്ടി കൂടുതൽ പാരൻസിൻ്റെ ഒരു ടയേർഡ് നെർവസ് സിസ്റ്റമാണ് ഇവരെ കൊണ്ട് ഈ ഇത്രയും കിടന്നങ്ങ് അലറുന്നത്. മനസ്സിലായി? ആ ഒരു അലറിപ്പിക്കുന്നത്. എന്നിട്ട് എന്താ പറ്റുക? അപ്പം കുട്ടി ഇത് തന്നെ മോക്ക് ചെയ്തിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താണോ അമ്മയോ അച്ഛനും കാണിക്കുന്നത് സെയിം കുട്ടി റിപ്പീറ്റ് ചെയ്യും. ലൈക്ക് ഒരു സൈക്കിളിനെ പോലെ കുട്ടിയുടെ ആ ഒരു രീതിയും ഇത് തന്നെയാവും. ഫൈറ്റ് റെസ്പോൺസ് ആവും, അമിഗ്ഡല ഡിഷ്യൂ, ഇങ്ങനെ ഇറ്റ് ഗെറ്റ്സ് റിപ്പീറ്റഡ്. വീണ്ടും അടുത്തൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ കുട്ടി ഇത് തന്നെ ഇതാക്കും. മനസ്സിലായോ? സോ നെവർ ലെറ്റ് ദറ്റ് ഹാപ്പൻ. ഇഫ് യു ഹാവ് ദിസ് പ്രോബ്ലം ഓഫ് യെല്ലിങ്, അതായത് വല്ലാണ്ട് കയറി അലറുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ഒരു സെൽഫ് അസസ്മെൻറ്റ് നടത്തി നിങ്ങളെ തന്നെ മാറ്റാനുള്ളൊരു ശ്രമം നടത്തുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചൈൽഡ്ഹുഡ് ഇഷ്യൂസ് ആകാം, അഡോളസെൻറ്റിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആകാം, പിയർ പ്രഷർ ആകാം, എൻവയൺമെൻറ്റിൻ്റെ പ്രോബ്ലം ആവാം, നമുക്ക് എന്തെങ്കിലും വന്ന ബോഡി ഷെയ്മിങ് ആവാം, നമുക്ക് ബ്രോക്കൺ ഫാമിലീസിൻ്റെ, ഇത് പല കാരണങ്ങളാകാം. പക്ഷേ ഇതൊന്നും നമ്മുടെ ഒരു ഫ്യൂച്ചർ ജനറേഷനിലേക്ക് നമ്മളത് പകർത്തി കൊടുക്കുന്നത് ശരിയല്ലല്ലോ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും പീസ്ഫുള്ളായിട്ട് വളർത്തേണ്ടത് നമ്മുടെ ധർമ്മമാണ്, അല്ലേ? അപ്പോൾ എന്താണ് നമ്മളിനി ചെയ്യാൻ പറ്റുക? നമ്പർ 1 ഇസ് മോഡൽ കാംനെസ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ട്രിഗർ വരുന്നതിനെ നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതെൻ്റെ കൺട്രോളിലാണോ നിൽക്കുന്നത്? എനിക്ക് ഒരു പക്ഷേ തിരിച്ച് അങ്ങോട്ടൊന്ന് കൗണ്ട് ചെയ്യുമ്പോഴോ, അതായത് 100 തൊട്ട് 1 വരെ കൗണ്ട് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കുമ്പോഴോ, അല്ലെങ്കിൽ ഒന്ന് ബ്രീത് ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ റിലാക്സ് ചെയ്യാൻ ഞാനൊന്ന് നോക്കുമ്പോഴോ, അല്ലെങ്കിൽ ഈ സോ കോൾഡ് ഈ ഒരു എൻവയൺമെൻറ്റിൽ നിന്നൊന്ന് മാറുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ഹെഡ്ഫോണിൽ പാട്ട് കേട്ടിട്ടൊന്ന് നടക്കുമ്പോഴോ ഒക്കെ ഇത് മാറുന്നുണ്ടോ എന്നൊന്ന് നോക്കണം.
ഓക്കെ, ഇത് മാറുന്നില്ല, നിങ്ങളെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ടേക്ക് എ പ്രൊഫഷണൽ ഹെൽപ്പ്. കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരാളുടെ അലർച്ച കൊണ്ട് മേ ബി യുവർ ഹോൾ കമ്മ്യൂണിറ്റി, മേ ബി യുവർ ഹോൾ ഫാമിലി ഈസ് ഗെറ്റിംഗ് എഫക്റ്റഡ്. മനസ്സിലായി, കുഞ്ഞുങ്ങളുടെ സ്വഭാവം എല്ലാം ഇതിൽ മൂലം എഫക്റ്റഡ് ആവുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ടേക്ക് എ സ്റ്റെപ്പ് ഫോർവേഡ് ആൻഡ് ട്രൈ മിനിമൈസിങ് ദാറ്റ്. ഓക്കെ, ബീങ് കാം ഇസ് നോട്ട് വീക്ക്നെസ്, ഇറ്റ് ഈസ് ആക്ച്വലി എൻ ഇമോഷണൽ സ്ട്രെങ്ത്. എപ്പോഴും മനസ്സിലാക്കുക, ഇത്രമാത്രം കാം ആവുന്നു അത്രമാത്രം നമ്മൾ ഇമോഷണലി ബോൾഡും ഇമോഷണലി സ്ട്രോങ്ങും ആണ്. വീക്ക് ആവുമ്പോഴാണ് നമ്മൾ അലറുന്നത്. ഓക്കെ, വീക്ക് ആവുമ്പോഴാണ് നമ്മുടെ ആ ഒരു കൺട്രോൾ പോകുന്നത് എന്നെപ്പോഴും മനസ്സിലാക്കുക. ഫോർ യു, ഫോർ യുവർ ഫാമിലി ആൻഡ് ഫോർ യുവർ കിഡ്സ്, ബി കാം ആൻഡ് ട്രൈ ബീയിങ് സോഫ്റ്റ്.